ആശ്രമങ്ങൾ തന്നെ 28ഓളം കേരളത്തിൻ്റെ അകത്തും പുറത്തുമുണ്ട്. നവജ്യോതി ശ്രീ കരുണാകര ഗുരു എന്നാണ് ഇതിൻ്റെ ആ സംസ്ഥാപകർ. അപ്പോൾ നമുക്ക് ഇതെന്തിനാണ് നമ്മൾ ആശ്രമത്തിൽ വരുന്നത്? മനഃശാന്തി വേണം, നമുക്ക് എല്ലാ കാര്യവും കിട്ടണം. ഗുരു പറഞ്ഞത് എല്ലാവർക്കും എല്ലാം കിട്ടണം. നമ്മൾ ഓരോ കാര്യത്തിന് ആഗ്രഹിച്ചൊക്കെ നടക്കും. അതാണ് തടസ്സമായിട്ട് നിൽക്കുന്നതെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ തടസ്സങ്ങളായി നിൽക്കുന്നു. ആ ജീവിതത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്നത് നല്ലതിന് വേണ്ടി ആഗ്രഹിക്കാം. അപ്പം നല്ലതെന്താണെന്ന് നമുക്കറിയോ? ഒരു പരിധി വരെ നമുക്കറിയുള്ളൂ നല്ലതെന്താണ്. ആഹാരം കഴിക്കാൻ നല്ലതെന്താണെന്ന് ഒരുവിധമൊക്കെ നമുക്കറിയാം, അല്ലേ? നല്ല വസ്ത്രം തിരഞ്ഞെടുക്കാൻ അറിയാം. ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്കറിയാം. പക്ഷെ അതൊക്കെ കടന്നിട്ട് വേറെ ചില പല കാര്യമുണ്ട്. നമ്മളൊരു ജീവിതത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തതാണ് 90%. പിന്നെ നമ്മൾ ഒരു വീതം അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ, അല്ലേ? ആണോ അല്ലയോ? ഒരു വീതം അങ്ങോട്ട് പോവാം. പക്ഷേ അതാണ് നമുക്ക് ഒരു നല്ല രീതിയിലേക്ക് എല്ലാം ആയി വരണമെങ്കിൽ നമുക്ക് നല്ലതിനെ പറ്റിയുള്ള ഒരറിവ് എവിടുന്നാണ് കിട്ടുക? അതാ. അപ്പം ഗുരു വേണം നമുക്ക്. ഗുരു ഇല്ലെങ്കിൽ തദൈവ എന്നായിപ്പോകും. തദൈവ. കടലിൽ ഒരു തോണിയാകപ്പോട്ട് തുഴക്കാരനില്ല എന്താവും? ഇതിൻ്റെ സ്ഥിതി. അപ്പോൾ അതാണ് ഇന്ന് ലോകം നമ്മൾ കാണുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണമാണ്. ഒരു പൂർണ്ണമായ ഗുരു നമുക്കില്ലാതെ പോയതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ടേ നമുക്ക് നിങ്ങളെ